my beautiful viewers, welcome to Curly World. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ഹേസൽ നട്ട് കൊണ്ടുള്ള ന്യൂട്ടലയാണ്. അപ്പം അതെങ്ങനെ റെഡിയാക്കാൻ നമുക്ക് നോക്കിയാലോ. അപ്പം ആവശ്യത്തിനുള്ള ന്യൂട്ടലയ്ക്ക് ആവശ്യത്തിനുള്ള ഹേസൽ നട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാരപ്പൊടി, കോക്കോ പൗഡർ, റീഫൈൻഡ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, കുറച്ച് ഉപ്പ്, പിന്നെ വാനില എസൻസ്. അപ്പം നമ്മൾ പീൽ ഓഫ് ആയിട്ടുള്ള ഹേസൽനട്ടാണ് മേടിച്ചിട്ടുള്ളത്. അപ്പം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്താൽ മതി. ഈ ഹേസൽനട്ട് എന്ന് പറയുന്നത് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് കടയിലും അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ഹേസൽനട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ബദാം കൊണ്ടും ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ടേസ്റ്റിന് കുറച്ച് ഡിഫറൻസ് കാണുമായിരിക്കും, പക്ഷേ ഹെൽത്തി ആയിരിക്കും. പിന്നെ അതേ ടേസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഹേസൽനട്ട് തന്നെ എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇതുപോലെ ഹേസൽനട്ട് നമ്മൾ ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ ഗ്രൈൻഡ് ചെയ്തെടുത്തപ്പോൾ അത്യാവശ്യം ചെറിയൊരു പേസ്റ്റ് ഫോമിലായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒരു പകുതി കപ്പോളം പഞ്ചസാര പൊടി ഉപയോഗിക്കാം. നമുക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതൊരു 15 തൊട്ട് 20 സെക്കൻഡ് വരെ കണ്ടിന്യൂസ്ലി ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പേസ്റ്റ് ഫോമിൽ കിട്ടും. ഇനി നമ്മൾ ഇതിൽ ഇടാൻ പോകുന്നത് 2 ടേബിൾ സ്പൂണോളം കോക്കോ പൗഡറാണ്. പിന്നെ ഒരു നുള്ള് ഉപ്പ് ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട്, പകുതി ടേബിൾ സ്പൂണോളം വാനില എസൻസും 2 ടേബിൾ സ്പൂണോളം ഓയിലുമാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊരു 30 സെക്കൻഡോളം നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുമ്പോഴത്തേനും അടിപൊളി ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ന്യൂട്ടല്ല കിട്ടും. ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ കടകളിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ നമുക്ക് അടിപൊളി ന്യൂട്ടല്ല വീട്ടിലുണ്ടാക്കിയെടുക്കാം. പൈസകൾ കാണുമ്പോൾ നമ്മുടെ കുട്ടികൾ ഭയങ്കര വാശി പിടിക്കും അല്ലേ, അത് വേണം എന്ന് പറയാനായിട്ട്. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം. ഭക്ഷണം കഴിക്കാൻ മടിയുള്ള കുട്ടികളാവുമ്പം നമുക്കിത് ബ്രെഡിലോ ദോശയിലോ ചപ്പാത്തിയിലോ അതുപോലെ പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡിൻ്റെ കൂടെ ഒരു സ്പ്രെഡായിട്ട് ഉപയോഗിച്ച് നമുക്കിത് തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും. അപ്പം ഇത് നമുക്ക് ഏകദേശം 2 ആഴ്ചയോളം ഒരു കുഴപ്പമില്ലാതെ സ്റ്റോർ ചെയ്യാൻ പറ്റും. കൂടുതൽ സമയത്തേക്ക് ഉണ്ടാക്കി വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ കടകളിൽ അവൈലബിൾ ആയിട്ടുള്ള കടകളിലെ പോലെ തന്നെ വിൽക്കുന്ന മാർക്കറ്റ്സിലൊക്കെ പോലെ വിൽക്കുന്ന ന്യൂട്ടല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ കൂടെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. താങ്ക് യു. പിന്നെ ഒരു കാര്യം കൂടെ, ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഡിസ്ലൈക്ക് ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്.